ശ്വാസമുള്ള ഓരോ മനുഷ്യനും വിശ്വാസമുണ്ട്. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ ആത്മനിഷ്ഠമോ വസ്തുനിഷ്ഠമോ വ്യക്തിനിഷ്ഠമോ ആകാം. വിശ്വാസങ്ങൾ പല രീതിയിലാണ് ഓരോരുത്തരും ഉൾക്കൊള്ളുകയും വാക്കിലും പ്രവൃത്തിയിലും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത്. വിശ്വാസങ്ങൾ മതാത്മകമോ രാഷ്ട്രീയമോ സാമൂഹികമോ ആകാം. അത് വീട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ പുസ്തകത്തിൽ നിന്നോ കണ്ടറിഞ്ഞോ കേട്ടറിഞ്ഞോ കൊണ്ടറിഞ്ഞോ ഒക്കെ മിക്കവാറും വിശ്വാസങ്ങൾ വളർന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് ഉള്ളിൽ കയറുന്നത്. പ്രത്യേകിച്ചും ദൈവത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ശീലങ്ങളും ചിന്തകളും പ്രവർത്തികളുമെല്ലാം അത് പേരിലും നാളിലും ആചാരങ്ങളിലും സത്വബോധത്തിലും മനുഷ്യനെ മരിച്ചു കഴിഞ്ഞാൽ പോലും പിന്തുടരും. ഓരോ വിശ്വാസവും ഒരു വലിയ പരിധിവരെ ഓരോ വ്യക്തിയുടെയും ആത്മനിഷ്ഠ വികാര വിചാരങ്ങളുമായി ഒത്തുചേർന്നാണ് വർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ ഉള്ളിലും ഓരോ തരത്തിൽ വർത്തിക്കുന്ന വിശ്വാസങ്ങളെ പലപ്പോഴും വസ്തുനിഷ്ഠമായി അളക്കുവാൻ പ്രയാസമാണ്. അതുകൊണ്ട് കൂടിയാണ് ഓരോരുത്തർക്കും വിശ്വാസ സ്വാതന്ത്ര്യം മനുഷ്യാവകാശമാകുന്നത്. നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്ന എന്നാൽ അത്ര ഗൗരവം എന്ന് നമുക്ക് തോന്നാത്ത ചില ഉദാഹരണങ്ങൾ നോക്കാം. ഇരിക്കുമ്പോൾ കാലുകൾ ആട്ടാൻ പാടില്ല, ആട്ടിയാൽ ദോഷം. രാത്രി നഖം വെട്ടിയാൽ ദോഷം. പെൺകുട്ടികൾ കാലിന് മുകളിൽ കാല് കയറ്റി വെച്ച് ഇരുന്നാൽ ദോഷം. അത്താഴം കഴിച്ചു കഴിഞ്ഞ് കുളിച്ചാൽ ദോഷം. പൂച്ച കുറുകെ ചാടിയാൽ ദോഷം. സന്ധ്യയ്ക്ക് കിടന്ന് ഉറങ്ങിയാൽ ദോഷം. 13 എന്ന സംഖ്യയ്ക്ക് ദോഷം. ഇങ്ങനെ ദോഷങ്ങളുടെ ഒരു പട്ടിക തന്നെ ഉണ്ട്. ഇവയിൽ ചിലതെങ്കിലും എന്തൊക്കെയോ ഉദ്ദേശശുദ്ധിയോടെ രൂപം കൊണ്ടവയാണെങ്കിലും തലമുറകൾ പിന്നിട്ടപ്പോഴേക്കും ആ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്ന് പറഞ്ഞു തരുവാൻ ആരുമില്ലെങ്കിലും പകുതി വരെയൊക്കെ നമുക്ക് തന്നെ അതിൻ്റെയൊക്കെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് രാത്രി നഖം വെട്ടിയാൽ ദോഷം. പണ്ട് കാലങ്ങളിൽ വീടുകളിൽ വെളിച്ചം കുറവായിരുന്നു. വെളിച്ചമില്ലാതെ പണ്ട് കത്തിയോ ബ്ലേഡൊക്കെ കണ്ട് നഖം വെട്ടിയാൽ കൈ മുറിയും. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 100% സാക്ഷരത കൈവരിച്ചു എന്ന് പറയുമ്പോഴും വിദ്യാസമ്പന്നരെന്ന് അഹങ്കരിക്കുമ്പോഴും നാം പലപ്പോഴും നമ്മുടെ സാമാന്യ ബുദ്ധിക്കനുസരിച്ചല്ല നിലപാടുകൾ എടുക്കുന്നത്, പ്രവർത്തിക്കുന്നത്. സാക്ഷര സമ്പന്നരായ നമ്മൾ തന്നെയാണ് രോഗം വന്നാൽ അത് ബാധയുടെ ഉപദ്രവമാണ്, അത് ഒഴിപ്പിച്ചാൽ മതിയെന്ന ആൾദൈവങ്ങളുടെ വാക്ക് കേട്ട് വിശ്വസിക്കുന്നത്. പണിയെടുക്കാതെ ധനാഗമന യന്ത്രം വീട്ടിൽ വാങ്ങി വെച്ചാൽ മതി, പണം ഒഴുകും എന്ന ടെലിമാർക്കറ്റിംഗ് പരസ്യങ്ങളിൽ പെട്ട് കബളിക്കപ്പെടുന്നത്. ജാതികത്തിൻ്റെയും പൊരുത്തത്തിൻ്റെയും പേരിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. സമ്പൂർണ്ണ സാക്ഷരത കൈവശപ്പെടുത്തിയെന്ന് പറയുന്ന നാം എന്താണ് യഥാർത്ഥത്തിൽ പഠിച്ചത്? തീണ്ടലിൻ്റെയും തൊഴിലിൻ്റെയും കാലത്ത് നിന്ന് വളരെയേറെ പരിശ്രമിച്ചിട്ടാണ് നാം ഇന്ന് ഈ കാലഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. നല്ലതും ചീത്തയും നന്മയും തിന്മയും വിവേചിച്ചറിയാനുള്ള മനുഷ്യന്റെ കേവല ബുദ്ധി ഏത് ശാസ്ത്രമാണ് കവർന്നെടുത്തത്? നാം കൈവരിച്ച വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിൻ്റെയും ആകെത്തുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഉയർച്ചയും വളർച്ചയും. വിശ്വാസം നല്ലതാണ്, വേണം താനും. പക്ഷേ അതൊരിക്കലും മന്ദമാകരുത്. മനുഷ്യന്റെ യുക്തിയെയും ബുദ്ധിയെയും കളിയാക്കുന്നതാവരുത്. മറ്റൊരാളുടെ ജീവനും സ്വത്തിനും നാശം വരുത്തുന്നതാവരുത്. വിശ്വാസം അതല്ലേ എല്ലാം എന്നല്ല, വിശ്വാസം വേണം ആവശ്യത്തിന് എന്ന് ചിന്തിക്കാൻ നമുക്കാവണം. താങ്ക് യു.